അപ്പുറത്ത് നിറച്ച ആൾക്കാരെ തുളസി ചേച്ചി അച്ഛന് നിൽപ്പുണ്ടായിരുന്നു. ഒരു സീൻ ഒഴിവാക്കാൻ കരുതി. ഇതിലെ അമ്മ പപ്പുവിനെ കണ്ടും കയറാലോ. പപ്പുന്നല്ല, ഇനി പപ്പു അമ്മ എന്ന് വിളിക്കേണ്ടി വരും. ഇന്ദുട്ടിയുടെ അമ്മ അമ്പലത്തിന്റെ പിറകിൽ നിന്ന് ഇവനെ എടുത്തിട്ട് വരുമ്പോഴേ എന്റെ കുഞ്ഞ് ജനിച്ചിട്ട് 4-ാം നാളാ. അവളിപ്പോ 5-ാം ക്ലാസ്സിലായി. ശരിക്കും അമ്മ പോയ പിന്നെ എന്റെ ഉഷാറൊക്കെ പോയല്ലേ? അവന്റെ മാത്രമല്ല, നിങ്ങൾ രണ്ടാളുടെ. അതെ, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ഞെക്കിയ വെള്ളം വരുന്ന സാധനമാണത്. ഒരു സെക്കൻഡ് പോലും വേണ്ട. എന്തിനാണ് ഈ മുറി നാട്ടിക്കുന്നത്? നമ്മൾ ആൾറെഡി വെള്ളത്തിലേക്കല്ലേ മൂത്രം ഒഴിക്കണത്, പിന്നെന്തിനാ വീണ്ടും വെള്ളം ഒഴിക്കണത്? വെളിച്ചന്റെ മെയിൻ ആണെത്തിയല്ലോ. ഇന്ദു, ഞങ്ങൾ ഇപ്പം ഇറങ്ങിയാലേ എനിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റൂ. എടോ, താനൊന്ന് പെട്ടെന്ന് കുളിച്ച് നല്ലൊരു മുണ്ടെടുത്ത് താഴെ പോയി ഒന്ന് ഹാൻഡിൽ ചെയ്യ്. വെളിച്ച, ഒരു ഡൗട്ട്. ഈ കെനിയയിലെ ഹോമത്തിന് അഗ്നി കൊടുക്കേണ്ടത് കരിങ്ങാലിയുടെ ചമതം കൊണ്ടാണ്. അതിപ്പോൾ ഒപ്പിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഞങ്ങൾക്ക് വെച്ചാൽ നേരത്തെ ചെക്കിനും ചെയ്യണം. വേറെ എന്താ ഇപ്പോൾ എടുക്കാൻ പറ്റുക? ശുഭകാര്യത്തിനല്ലേ ഹോമം? അതെ അതെ. കൂവളം ചെറിയ കക്ഷകളാക്കി ചമതയാക്കിയാൽ മതി. രക്ഷപ്പെട്ടു. പൂവള സ്റ്റോക്കുണ്ട്. അപ്പം അതും ഓക്കെ. കെനിയെന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? നമ്മുടെ ക്രോണിക് ബാച്ചിലർക്ക് പറ്റിയൊരു കെനിയൻ സുന്ദരീനെ കൊണ്ടുവരാം. അത് മതി, പക്ഷെ നമ്പൂരിക്കുട്ടി ആയിരിക്കണം. അയ്യാടാ, കൊള്ളാല. അപ്പോൾ ഞാൻ വിളിക്കാൻ തോ, തിരിച്ചെത്തിയിട്ട് വരാം. ആ പരികർമ്മ ചെക്കന് ദീപുവിന് ഒരു കാറ് മേടിച്ചു കൊടുത്തു. നല്ല പൈസയും കൊടുക്കണ്ടെന്ന് കേട്ടത്. നീ പൂണൂലിട്ടിരുന്നെങ്കിൽ ദീപു നിന്നെ കൂടെ കൂട്ടിയത്. നീലകണ്ഠന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഈ കുടുംബക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിരുന്നേ. നിന്റെ കയ്യിരിപ്പ് കൊണ്ടല്ലേ. ഈ കയ്യിലിരിപ്പിനെ എനിക്ക് തൊടാനും പറ്റും, കേൾക്കാനും പറ്റും. നിങ്ങൾക്ക് ബിൽഡപ്പ് അല്ലേ ഉള്ളൂ, കാണാനും കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. മതി മതി, അറിവില്ലായ്മ കൊണ്ടാണ്. ഈ വിവരമില്ലാത്തവരോട് ഒന്നും തോന്നരുതേ ഭഗവാനെ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് അടിക്കാനെന്ന് ഓർമ്മിക്കണേ എന്റെ ഭഗവാനെ. പ്ലീസ് ഡോണ്ട് ഹേറ്റ്. Octavio Namaha, Octavio, Octavio, Octavio Namaha, Octavio. രൂപേഷേ, ഓണറി മേഡമാണ്. ഓ, ഇങ്ങോട്ട് വരിക. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. കറക്റ്റ്. ശ്രീകുട്ടാ. ഓഹോ. രമണ അച്യുത കേശവ ഹരി നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ശ്രീകുട്ടാ, തിരുമേനി എന്നെ വാങ്ങിച്ചോളൂ. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. എന്താ അതിനിപ്പോ എന്താ? ശ്രീകുട്ടാ, ആ ചൂലൊന്ന് വർക്ക് ചെയ്യണ്ടോ നോക്കിയേ. ചൂലൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാ, പക്ഷെ ക്ലീനിങ്ങിന് എക്സ്ട്രാ പൈസ തരേണ്ടി. നീ ഇങ്ങനെ ആർത്തി പിടിക്കല്ലേ ശ്രീകുട്ടാ. പിന്നെ ഞാൻ എങ്ങനെ ആർത്തി പിടിക്കണം? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ബഡ്ജറ്റ് കുറച്ച് ഞാൻ ഈ പൂജയൊക്കെ പിടിക്കുന്നേ. ആണോ? എന്നിട്ടാണോ നിങ്ങൾ എനിക്ക് പകരം വേറെ പരികർമ്മിനെ അന്വേഷിച്ച്? അയ്യേ, ഞാനങ്ങനെ ചെയ്യുവോ? അയ്യോ, ഒരു മിനിറ്റ്. ആ ശ്രീകുട്ടൻ തട്ടിപ്പാ. പരികർമ്മയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? കാര്യം ഞാനിങ്ങനെ പറഞ്ഞാല് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ ആ മാഡം തന്ന 500 രൂപ ഞാൻ എടുത്തു. എന്റെ ട്രാവലിൽ കൂട്ടിക്കോ. രൂപ ചേട്ടാപ്പല്ലേ? പവിത്ര, നാളെ 4:30 പോകണട്ടാ. സദ്യ എവിടേക്കാ? തൃശ്ശൂര്.
ഇന്ദുന്റെ ബൈക്ക് ശരിയാക്കി എടുത്തല്ലേ, നന്നായി. 2 മാസം കൂടി ഉണ്ടാവും. ആ അപ്പാ സപ്തതിയുടെ സദ്യ ഗംഭീരമായിരുന്നു. ലേറ്റായി ഒന്നും ഇല കഴിക്കാൻ പറ്റിയില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സദ്യ ഇലയിലല്ലേ കഴിക്കണ്ടേ? സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇങ്ങനെ പറയുന്നത് വളരെ ബോറാണ് അച്ഛാ. ഹലോ അമ്മ ഫോണിൽ തന്നെ. വല്യച്ഛൻ എങ്ങനെയുണ്ട് ഇന്ദു? ഉഷാറാണ്, കാലിന് മാത്രം ചെറിയ വയ്യായിക. എടാ നിനക്ക് തോർത്തെടുക്കണോ? വേണ്ട, ഞാൻ കുളിച്ചിട്ടാണ്. അമ്പലക്കുളത്ത് പോയിട്ട് വരാം. സുന്ദരനല്ല. ചെറിയമ്മയുടെ മൊബൈൽ എന്താ? അനഘയുടെ വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കിയത് എനിക്ക് കാണാൻ പറ്റില്ല. ബ്രേക്കപ്പിന് ശേഷം ബ്ലോക്ക് ചെയ്തോളൂ. ഞാനാവില്ല. എന്തിനു കാണിക്കണം? ഞാൻ അവളെ ശല്യപ്പെടുത്തിയൊന്നുമില്ലല്ലോ. എടാ നമ്മുടെ സെമിയിൽ ഔട്ടായിരുന്നു. കപ്പാരടിക്കുന്നതെന്ന് അറിയാലോ. ആ പാമ്പിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്താ എന്ത് ഈ നാണമില്ലല്ലോ. രൂപേ, ഓ നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? അച്ഛൻ്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ. നീ ആളും ബഹളമൊക്കെ ആയിട്ട്. തേങ്ങ ചിലവറിയോ? അല്ലെ കറിക്കറിയാൻ? വേണ്ട, കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റൂല. എടാ നിനക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വന്നൂടെ? പരികർമ്മയായിട്ട് നടക്കില്ല. നീയും ദീപേട്ടനും ഒരുമിച്ച് പ്രോപ്പറായിട്ട് വേദപഠനം കഴിഞ്ഞല്ലേ? നീ പഠിച്ച അത്രയും പോലും ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ലേ. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോട് ഉണ്ടാവും നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അത് ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യാണ് ദൈവം കരുതിയാൽ പോരെ. ഇങ്ങോട്ടാ ഒരാഴ്ച തുടങ്ങിയിട്ട് തീയും പുകയൊന്നും കാണുന്നില്ല. എന്തോ കൂടിയായിട്ടാണ്. ഇവിടെയാ ഞാൻ ഉള്ളപ്പോഴാ. രൂപേ നീ അറിയുന്ന രൂപ എന്തും ചെയ്യും. വേറെ അങ്ങോട്ട് രൂപേ, അത് വിട്, പുലിവാലാവും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. പോടാ. ഇതാടാ നീയൊക്കെ ഏതാ? എന്താ പരിപാടി? പോ വീടി പോ തലകാലേക്ക് പോലീസ് കൊടുക്കാ. എന്തെങ്കിലുമൊക്കെ പറയടാ. നീയൊക്കെ ഏതാടാ? അവന്റെ ജീൻസ്, ബാഗ്, മാല വെട്ടിക്കോണം നാളെയും മുടി താടിയൊക്കെ. ഒന്ന് ഓടിക്കടേ അവരായത്തിന്. പേടിയാ എനിക്കാ? എന്തിന്? കുട്ടി അടുത്ത് കുട്ടിക്ക് വരികയാണ്. ആ സോപ്പും തോർത്തും എടുത്തോളാം.